ഓട്ടോമാറ്റിക് ബ്ലോക്ക് സിഗ്നലിംഗ് സംവിധാനം കേരളത്തിലെ റെയിൽവേ ട്രാക്കുകളിലും നടപ്പിലാക്കാനൊരുങ്ങുന്നു. ഇതിനായുള്ള കരാർ കേരളയിലും റെയിൽ വികാസ് നിഗവും സ്വന്തമാക്കി. 156.47 കോടി രൂപയുടെ ചെലവാണ് പദ്ധതിക്ക് പ്രതീക്ഷിക്കുന്നത്. എറണാകുളം ജംഗ്ഷൻ മുതൽ വള്ളത്തോൾ നഗർ വരെയുള്ള 102.74 കിലോമീറ്റർ പാതയിലാണ് ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് നടപ്പിലാക്കുന്നത്. 2 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാനാണ് കരാർ. പാതയിലൂടെ കടന്നുപോകുന്ന സർവീസുകൾ തമ്മിലുള്ള ഇടവേളയും ട്രെയിനുകൾ പിടിച്ചിടുന്ന രീതിയും കുറയുമെന്നതാണ് പദ്ധതി കൊണ്ടുള്ള ഗുണം. അതിനാൽ കൂടുതൽ ട്രെയിനുകൾ ഓടിക്കാനാകും. നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് പാതയുടെ ശേഷി 3 ഇരട്ടിയോളം വർദ്ധിക്കും. ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നതോടെ 1 മുതൽ 1.5 കിലോമീറ്റർ വരെ വ്യത്യാസത്തിൽ സിഗ്നൽ പോസ്റ്റുകൾ സ്ഥാപിക്കും. അതുവഴി ട്രെയിനുകൾക്ക് ഒന്നിനു പിറകെ ഒന്നായി സഞ്ചരിക്കാനാകും. നിലവിൽ ആദ്യം പോകുന്ന ട്രെയിൻ 7 കിലോമീറ്റർ അപ്പുറമുള്ള അടുത്ത സ്റ്റേഷനിലെത്തിയാലേ പിന്നാലെ വരുന്നതിനെ കടത്തിവിടാനാകൂ എന്നതാണ് അവസ്ഥ. ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് വന്നാൽ 3 ട്രെയിനുകൾക്ക് പിന്നാലെ പോകാൻ കഴിയും. ഇപ്പോൾ 2 സ്റ്റേഷനുകൾക്കിടയിൽ ഒരു ട്രെയിനിന് മാത്രമേ കടന്നു പോകാനാകൂ. ട്രെയിനുകൾ പാതയിലൂടെ കടന്നു പോകുന്നതനുസരിച്ച് മാത്രമേ സിഗ്നൽ പ്രവർത്തിക്കൂ. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി നിശ്ചിത പാതയിൽ സർവേ നടത്തി സാധ്യത പരിശോധിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് മലയാളം, കൊച്ചി.